കുറച്ച് നാളുകളായിട്ട് എൻ്റെ അടുത്ത് കൂടുതലും സജഷൻസ് ചോദിക്കുന്നത് സ്മാർട്ട് ഫോണിനെ പറ്റിയല്ല, പകരം TWS സ്മാർട്ട് വാച്ച് തുടങ്ങിയവയെ പറ്റിയാണ്. അതെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി സ്മാർട്ട് ഫോൺസിൻ്റെ ടോപ്പ് 5 ബ്രാൻഡ്സ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ ഏതൊക്കെ ബ്രാൻഡുകളാണ് ടോപ്പിലുള്ളതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി TWS സ്മാർട്ട് വാച്ച് മൊത്തത്തിൽ വെയറബിൾസ്, അതായത് വെയറബിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ബ്രാൻഡുകളുടെ നിലവിലുള്ള അവസ്ഥയെ പറ്റിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ വെയറബിൾ ഫുൾ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റി ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഏതൊക്കെ ബ്രാൻഡാണ് ടോപ്പ് 5-ലൊക്കെ ഉണ്ടോയെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു ബ്രാൻഡുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരമുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സ്മാർട്ട് വാച്ചും TWS ഒക്കെ മേടിക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. മീൻസ് ഏതാണ് പോയി മേടിക്കാൻ പോകേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്തെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ടോപ്പ് 1-ലിരിക്കുന്ന ബ്രാൻഡ് നല്ലതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതായത് ടോപ്പ് 1-ലുള്ള ബ്രാൻഡിൻ്റെ എല്ലാ പ്രോഡക്റ്റും നല്ലതെന്ന് പറയാനും പറ്റത്തില്ല. ചില പ്രോഡക്റ്റൊക്കെ, അതായത് ചില അടിപൊളി പ്രോഡക്റ്റൊക്കെ ടോപ്പ് 5-ലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അതായത് 5-ാം സ്ഥാനത്തൊക്കെയാണ്. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം ആദ്യമേ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിൽ തുടങ്ങാം. അതായത് TWS. അതെ, അതാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് എൻ്റെ അടുത്ത്. TWSനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ബോട്ടായിരിക്കും. അതെ, അപ്പോൾ ഈ TWS ട്രൂ വയർലെസ് ഇയർഫോൺസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വെയറബിൾസിൻ്റെ കാറ്റഗറിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന ബ്രാൻഡ്, അതെ, നിങ്ങൾ ചിന്തിച്ച പോലെ തന്നെ ബോട്ട് തന്നെയാണ്. ഇമാജിങ് മാർക്കറ്റിംഗ് എന്നാണ് അവരുടെ കമ്പനിയുടെ പേര് തോന്നുന്നത്. എനിവേ, ബോട്ടാണ് ഫസ്റ്റ് ഇത് സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അതും Q3 2024, അതായത് 2023 ടോട്ടൽ വെച്ച് നോക്കുമ്പോഴും ഫസ്റ്റാണ്. കൂടാതെ Q3-ലും ഫസ്റ്റാണ്. 2023 കണക്കാണ്, കാരണം 24 തുടങ്ങിയതുള്ളൂ. അവർക്ക് ആക്ച്വലി ഗ്രോത്ത് ഉണ്ട്, പക്ഷേ 2022 അപേക്ഷിച്ച് ഗ്രോത്ത് കുറവാണ്. ബട്ട് സ്റ്റിൽ ദേ ആർ ദ ഫസ്റ്റ്. സെക്കൻഡ് വന്നിരിക്കുന്നത് ബോൾട്ട് ഓഡിയോ ആണ്. ബോൾട്ട് ഓഡിയോയും അത്യാവശ്യം അവർക്ക് ഗ്രോത്ത് ഉണ്ട്, 2.5% ഗ്രോത്ത് ഉണ്ട് ഈ വർഷത്തേക്ക്. പിന്നുള്ളത് നോയ്സ് ആണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാം, നോയ്സിന്റെ TWS ഒക്കെ വരുന്നുണ്ട്. അവരും സത്യം പറഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റിലാണ് ഇരിക്കുന്നത്. അതായത് 108.7% ഗ്രോത്ത് ആണ് അവർക്കുള്ളത്. അതായത് 2023 നല്ല ഗ്രോത്ത് ആണ് നോയ്സിനുണ്ടായിരിക്കുന്നത്. അപ്പം പറയാൻ പറ്റില്ല അടുത്ത പ്രാവശ്യം പൊട്ടിക്കുകയില്ലോ എന്നുള്ളത്. അടുത്തായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ, അതായത് നല്ലതാണ്, പക്ഷേ സ്ഥാനം വെച്ച് അങ്ങ് പുറകിലാണ്. അതിനെനിക്ക് സങ്കടം തോന്നുന്നു. ഒപ്പോ പ്ലസ് OnePlus ആണ്. ഇതിനകത്ത് റിയൽമിയും പെടാം, ഡിപ്പെൻസ് ആണ്. മേ ബി ചിലപ്പോൾ പെടത്തില്ലായിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നത് പെടുമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇവരുടെ എല്ലാവരുടെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒന്നാണ്. അതെ, അപ്പോൾ ഒപ്പോ പ്ലസ് OnePlusന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറവാണ്. കഴിഞ്ഞ വർഷത്തിലും അത്ര ഗ്രോത്ത് അല്ല, ആക്ച്വലി മൈനസ് ഗ്രോത്ത് ആണ്. ബട്ട് സ്റ്റിൽ അവർ തന്നെയാണ് 4-ാം സ്ഥാനത്തുള്ളത്. ഇപ്പം ഒപ്പോയുടെ OnePlusനെ എടുത്തു പറയാൻ കാര്യം, ഞാൻ ടെസ്റ്റ് ചെയ്തിടത്തോളം സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അടിപൊളിയാണ്. ബോട്ടൊക്കെ വളരെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ബോട്ടൊക്കെ ആദ്യമേ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനം ഇവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം അവർ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് കാശ് മുടക്കുന്നുണ്ട്. കൂടാതെ ഇവരുടെ ഈ പുതിയ ട്യൂണിങ് ടെക്നോളജിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. പക്ഷേ ഒപ്പോയും OnePlusഉം റിയൽമിയും എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് തരുന്നത്. പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മറ്റവരാണ് ബെറ്റർ. കാരണം ഇപ്പോൾ ബോട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ബാക്കി ബ്രാൻഡുകൾ ഈ പറഞ്ഞ നോയ്സ് കുറേ ഫീച്ചേഴ്സ് ആയിരുന്നു. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്, അതും വെറൈറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഇവർ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഷോക്കാണ്. ബാക്കി സൗണ്ട് ക്വാളിറ്റി, നമ്മൾ ഈ ഇപ്പം നമ്മളൊരു ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഇയർഫോൺ അല്ലെങ്കിൽ ചെവി വെക്കുന്ന പാട്ട് കേൾക്കുന്ന എന്ത് യന്ത്രത്തിനെ പറ്റി സംസാരിച്ചാൽ ആദ്യം സംസാരിക്കുന്ന അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, അതിൻ്റെ ഏറ്റവും വലിയ മെയിൻ ഘടകം എന്ന് പറഞ്ഞ സൗണ്ടാണ്. അപ്പോൾ ആ സൗണ്ടിൽ ആക്ച്വലി ഒപ്പോയും OnePlusഉം ബെറ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് 4-ാം സ്ഥാനത്താണ്, ഗ്രോത്തിൽ തഴോട്ട് പോവുകയാണ്. സാഡ് റിയാലിറ്റി മേ ബി മാർക്കറ്റിങ്ങിൻ്റെ ആവും, കാരണം അത്രയ്ക്ക് മാർക്കറ്റിംഗ് ഇല്ല അവരുടെ ഇയർ പ്രോഡക്ട്സിന്, ഈ പറഞ്ഞ TWS പോലുള്ള പ്രോഡക്ട്സുകൾക്കില്ല. ഇനി 5-ാം സ്ഥാനത്തുള്ള മിവിയാണ്. അതെ, കുറച്ച് പേർക്ക് അറിയാം, നമ്മുടെ ചാനൽ അൺബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മിവിയും ഒരു 5th പൊസിഷനിലാണ്. അവർ ആക്ച്വലി അത്രയും കയറിയില്ല, അത് നല്ല കാര്യം തന്നെയാണ്. അവർക്ക് ആക്ച്വലി 13.8% ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഉള്ളതാണ് അതേഴ്സ്, അതായത് ബാക്കിയുള്ളവർ. മേ ബി അതിനകത്ത് കുറേ ബ്രാൻഡുകൾ പെടാം, മേ ബി റിയൽമി അതിനകത്ത് വരാം, ഡിപ്പെൻസ്, എനിക്കറിയില്ല. എന്തായാലും OnePlus ഒപ്പോ അതൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് റിയൽമി വരുമെന്നായിരുന്നു ഞാനും വിചാരിച്ചത്. പിന്നെ ഈ റെഡ്മി ഒന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ കമ്പനികളൊന്നും ഇല്ല. മേ ബി അതേഴ്സിനകത്താവാം. അപ്പോൾ ഇതാണ് ടോപ്പ് 5 ബ്രാൻഡ്സ് ഇൻ TWS, എസ്പെഷ്യലി ചെവി വെക്കുന്ന പാട്ട് വെക്കുന്ന യന്ത്രം. ഇനി അടുത്തായിട്ട് എൻ്റെ അടുത്ത് സജഷൻ കൂടുതൽ ചോദിക്കുന്നത് സ്മാർട്ട് വാച്ചാണ്. അതെ ബ്രോ, 2000 രൂപയുടെ സ്മാർട്ട് വാച്ച്, ബ്രോ 5000 രൂപയുടെ സ്മാർട്ട് വാച്ച്. ആദ്യമൊക്കെ ഞാൻ ചുമ്മാ ഈ ആമസോണിൽ നിന്ന് റിവ്യൂ നോക്കിയിട്ട് ഇത് കൊള്ളാം, നല്ലതെന്ന് ഞാൻ പറഞ്ഞ് ലിങ്ക് കൊടുക്കാറുണ്ട്.
അതായത് എനിക്ക് അത്ര വലിയ പരിചയമില്ല യൂസ് ചെയ്ത്. എനിക്ക് 1-2 ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ സ്മാർട്ട് വാച്ച് ആയിട്ട്. പിന്നെ എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല എനിവേ ഇപ്പോഴും. അതുകൊണ്ടാണ് ആദ്യമൊക്കെ റിവ്യൂസ് കണ്ടിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഈ റിവ്യൂസ് വളരെ 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 ബയസ്ഡ് ആണെന്നുള്ളത്. ഇപ്പം ഫയർ ബോൾട്ടിൻ്റെ ഒരു വാച്ചിനെ പറ്റി നിങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ ഫയർ ബോൾട്ട് ആയിരിക്കും ആദ്യം വരുന്നത്. അതിൻ്റെ കവറിലൊരു ഫോട്ടോയും വരുന്ന പ്രോഡക്റ്റ് വേറൊരു സാധനമായിരിക്കും. അതായത് ഭയങ്കര മാർക്കറ്റിംഗ്, ഭയങ്കര ഉടായ്പാണ്. സോ റേറ്റിംഗ് നോക്കി സ്മാർട്ട് വാച്ച് മേടിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഫീച്ചേഴ്സ് നോക്കി വളരെ എല്ലാം ഇങ്ങനെ നോക്കി അവസാനം ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ടോപ്പ് 5 ബ്രാൻഡിനകത്ത് ആദ്യത്തെ സ്ഥാനത്തുള്ളത് ഫയർ ബോൾട്ടാണ്. അത്രയ്ക്ക് മാർക്കറ്റിംഗ് ആണ്. 49.3% ഗ്രോത്താണ് ഫയർ ബോൾട്ടിനുള്ളത്. 2022 കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അറിയാലോ, അവർ ആഴ്ചയിൽ വാച്ച് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് എമൗണ്ട് ഓഫ് വാച്ചാണ് അവർ ഇറക്കി വിടുന്നത്. കൂടാതെ ഇതിൽ ഒട്ടുമിക്കതും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത്, ഇവരുടെ സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒന്നും ഇല്ല. അതൊക്കെ വെറുതെ അവർ അട്രാക്ഷൻ രീതിയാണ് നോക്കുന്നത്. അതായത് സ്മാർട്ട് വാച്ച് കുറച്ച് ലുക്കായിട്ട് ഇറക്കും, അതിൻ്റെ അകത്ത് ഫീച്ചറൊന്നും ഇല്ല. എന്നാൽ ഒരു പ്രൈസ് വളരെ കുറച്ച് വിടും. അപ്പോൾ ആൾക്കാർ പ്രൈസും ആ ഒരു ലുക്കും നോക്കിയിട്ട് അങ്ങ് മേടിക്കും. ഫീച്ചേഴ്സിനെ പറ്റി കാര്യമാകുന്നില്ല. സെക്കൻഡ് ഉള്ളത് നോയ്സ് ആണ്. മറ്റേ TWSനകത്ത് പറഞ്ഞുള്ള നോയ്സ് ഇവിടെ ഉണ്ട്, അവർക്കും ഗ്രോത്ത് ഉണ്ട് 19.6%. തേർഡ് ബോട്ട്. അതെ, ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച്. അതെ, ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച് ഇപ്പോൾ പതുക്കെ കയറി വരുന്നുണ്ട്. TWS അവരുടെ മെയിനായിട്ട് പൊക്കോണ്ടിരിക്കുക, അവർ സൈഡിൽ തുടങ്ങി. പക്ഷേ ഇതിലും കയറുന്നുണ്ട്. സിഗ്മ അങ്ങനെ കുറേ വാച്ചൊക്കെ ഇറക്കിയായിരുന്നു. അപ്പം ചില വാച്ചുകൾ ഇറക്കുന്നുണ്ട്, പക്ഷേ ഇതിനും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ പറ്റി അറിയത്തില്ല. ബോട്ട് ഈ TWS കാറ്റഗറിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി എത്രയോ മില്യൺ സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സ്മാർട്ട് വാച്ചിന്റെ കാര്യത്തിൽ നമുക്കറിയില്ല. മേ ബി ചൈനയിൽ നിന്ന് ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മേ ബി അത് മാറിയിട്ടുണ്ടാകും. കാരണം ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു ചൈനയിൽ ഒരു ആപ്പ് വെച്ച് ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കുറേ പേര് കമന്റ് ചെയ്താലും ബ്രോ സ്വന്തമായിട്ട് ആപ്പ് ഉണ്ടെന്ന്. അപ്പോൾ സ്വന്തമായിട്ട് ആപ്പ് ഉള്ള സ്ഥിതിക്ക് അവർ പതുക്കെ റിസർച്ച് ചെയ്ത് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ശരിയാണ്, ബോട്ട് അത്യാവശ്യം നന്നായിട്ട് മാറുന്നുണ്ട്, അതിലൊരു പ്രതീക്ഷയുണ്ട്. എനിവേ ഇവരും സ്മാർട്ട് വാച്ചിനകത്തുണ്ട്. ഏറെക്കുറെ ചെറിയൊരു മൈനർ ഗ്രോത്ത് ആണ്, കൂടുതലും ഗ്രോത്ത് കുറവാണ്. ബട്ട് സ്റ്റിൽ തേർഡ് സ്ഥാനത്തുണ്ട്. ഫോർത്ത് ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിശയിപ്പിക്കുന്നത്. ഈ ഫോർത്തിൽ വരുന്നതല്ല അതിശയിപ്പിക്കുന്നത് ടൈറ്റൻ. അതായത് ഒരു ക്ലാസിക് വാച്ച് ബ്രാൻഡാണ്. അത് സ്മാർട്ട് വാച്ച് ബ്രാൻഡ് എന്നല്ല, അതൊരു ക്ലാസിക് ടൈറ്റൻ്റെ വാച്ചാ. മനസ്സിലായി? ആ ഒരു ഡയലോഗിന് പറ്റുന്ന ഒരു കമ്പനിയാണ് ടൈറ്റൻ്റെ വാച്ചാ. നിന്റെ വാച്ച് അതാ ടൈറ്റനാണോ? അപ്പോൾ അത്രയ്ക്കൊരു ക്ലാസിക് വാച്ച് ബ്രാൻഡ് സ്മാർട്ട് വാച്ചിൻ്റെ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് 4ാം സ്ഥാനത്താണ്. പക്ഷേ ഇവരുടെ സർപ്രൈസിങ്ങിൽ വളരെ അടിപൊളി മാർക്കറ്റ് ഷെയർ ആണ്. അത് ഗ്രോത്ത് ഏറെക്കുറെ 331% ഗ്രോത്താണ്. അതായത് 2022 വെച്ച് നോക്കുമ്പോൾ കുത്തനെയാണ് 2023 കയറിയിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ക്ലാസിക് വാച്ച് അവർ വിൽക്കാറുണ്ട്, കാരണം ഇപ്പോഴും അത് ഫേമസ് ആണ് ടൈറ്റൻ ഓഫ് കോഴ്സ്. പിന്നെ സ്മാർട്ട് വാച്ചിലേക്കും കയറിയിട്ടുണ്ട്. മേ ബി അവരും ഇന്ത്യയുടെ ആ ഒരു സ്ട്രാറ്റജി വെച്ച് റേറ്റ് കുറച്ച് എന്നാൽ ഇച്ചിരി ഫീച്ചേഴ്സ് ഒക്കെ തരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഗ്രോത്ത് ഉണ്ട്. ഇനി 5th ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ബീറ്റ് XP എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ബീറ്റ് XP വാച്ച് കമ്പനി. അവരും അത്യാവശ്യം കയറി വരുന്നു. അവരുടെ മാർക്കറ്റ് ഷെയർ കറക്റ്റായിട്ട് പറയുന്നില്ല, പക്ഷേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അവർക്കും. അതായത് 3.something% ആണ് 2022 ഇപ്പോൾ 8ന്റെ റേഞ്ചിലായി. അപ്പോൾ അവരും വരുന്നുണ്ട്. ബീറ്റ് XP ഞാൻ കുറച്ച് കേൾക്കുന്നുണ്ട്. ഇവരെല്ലാം നല്ലതായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. സോ ഇതാണ് സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ഇടപാട്. ഫയർ ബോൾട്ട് ഫസ്റ്റ് വന്നു, പക്ഷെ ആരും വിചാരിക്കരുത് എക്സ്ട്രീം അടിപൊളിയായിരിക്കുമെന്ന്. എനിക്കറിയാം കുറേ പേര് ഫയർ ബോൾട്ടിനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം, അത് വേറെ കാര്യം. നിങ്ങൾക്ക് ചിലപ്പോൾ സങ്കടം വരുമായിരിക്കും. ബട്ട് സ്റ്റിൽ പ്രോഡക്റ്റ് നല്ലതാണ്, ചില പ്രോഡക്റ്റൊക്കെ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇവരുടെ മാർക്കറ്റിംഗ് വളരെ മോശമാണ്. നമ്മൾ നോക്കുമ്പോൾ മറ്റേ ബെസൽലെസ് ഡിസൈനൊക്കെ ആയിരിക്കും മറ്റേ ആമസോൺ പേജിൽ. പക്ഷേ സാധനം വന്നു കഴിയുമ്പോഴായിരിക്കും കട്ടി ഇതൊക്കെ ഉള്ള ചിഹ്നം, ഈ പറഞ്ഞ ബെസലൊക്കെ കട്ടിക്ക് അങ്ങോട്ടുണ്ട്, താടി പോലെയൊക്കെ ഇരിക്കും ഏത്. അപ്പം അതാണ്. ഇനി ഓവറോൾ വെയറബിൾസ്, അതായത് വാച്ച് ആയിക്കോട്ടെ, ഫിറ്റ്നസ് ബാൻഡ് ആയിക്കോട്ടെ, റിങ്, പുതിയ ഐറ്റമാണ് റിങ്, ബോട്ട് റിങ്, ഇങ്ങനത്തെ വെയറബിൾസ് ടോട്ടൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടാണ്. അവർക്ക് പക്ഷെ ഗ്രോത്ത് ആയിട്ടില്ല, പക്ഷെ ഫസ്റ്റ് ബോട്ടാണ്. 9.6 മൈനസിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് വന്നിരിക്കുന്നത് നോയ്സ് ആണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, TWSൽ നോയ്സ് ഉണ്ട്, വാച്ചിലും നോയ്സ് ഉണ്ട്, ഏറെക്കുറെ സെക്കൻഡ് തേർഡ് പൊസിഷനിലുണ്ട്. അപ്പം ഓഫ് കോഴ്സ് ടോട്ടൽ വെയറബിൾ വന്നപ്പോൾ അവർ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്, 30.8%. അതായത് ഒത്താൽ ബോട്ടിനെ പൊട്ടിക്കാം. നോക്കാം. തേർഡ് പൊസിഷനുള്ള ഫയർ ബോൾട്ട് വാച്ച് കൊണ്ട് മാത്രമാണ് കേട്ടോ, TWS ഒന്നും ഇല്ല. വാച്ച് കൊണ്ട് തന്നെ അവർക്ക് 42% ഗ്രോത്ത് ഉണ്ട്. വെയറബിൾസ് സമ്മതിക്കണം കേട്ടോ, അതോ ജാതി മാർക്കറ്റ് ഒന്നും പറയാനില്ല. ഫോർത്ത് ഒപ്പോ +1+ പറഞ്ഞ പോലെ തന്നെ ഗ്രോത്ത് കുറവാണ്, പക്ഷെ അവരുണ്ട്. അവർ രണ്ടിനകത്തും ഉണ്ടോയെന്ന് വെച്ചാൽ അതെ ഉണ്ട്. OnePlusന്റെ വാച്ച് ഉണ്ട്, ഒപ്പോയുടെ വാച്ചും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവർ TWSലും ഉണ്ട്. ഫൈനലി ഉള്ളത് ബോൾട്ട് ഓഡിയോ. ബോൾട്ട് ഓഡിയോ അവരുടെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഓഡിയോ പ്രോഡക്ട്സ് വെച്ചാണ് ഈ ഒരു ലെവൽ പിടിച്ചതെന്നാണ് തോന്നുന്നത്.
പക്ഷെ അവർക്കും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, 34.9% ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന ഏതൊക്കെ ബ്രാൻഡാണ് ഫസ്റ്റ് എന്നൊക്കെ. അപ്പോൾ ഇതാണ് ആ ഒരു റിപ്പോർട്ട്. ഞാൻ നോക്കിയിട്ട് ചെറുതായിട്ട് എനിക്ക് അതിശയമുണ്ട്, പിന്നെ നോയ്സ് കയറി വരുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പം വാച്ച് ബ്രാൻഡൊക്കെ നോക്കുമ്പോൾ ടോപ്പ് നോക്കി മേടിക്കാതെ റിവ്യൂസ് കറക്റ്റായിട്ട് നോക്കി മേടിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അഡ്വർടൈസ്മെന്റ് വെച്ചാണ് ഫയർ ബോൾട്ട് കയറിയിരിക്കുന്നത്. എക്സാക്ട് പ്രോഡക്റ്റ് വെച്ച് പറയാനില്ല. ബോട്ടും ആണെങ്കിലും എക്സ്ട്രീം അഡ്വർടൈസ്മെന്റ് ആണ്, പക്ഷെ ഇപ്പോൾ പ്രോഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം നോയ്സ് ആണെങ്കിൽ പോലും ഒപ്പോ OnePlus എന്നൊക്കെ പറഞ്ഞാൽ നല്ലതാണ്, പക്ഷെ അണ്ടർ റേറ്റഡ്. ബട്ട് സ്റ്റിൽ അതുമല്ല ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്തായാലും കൊള്ളാം. ഈ പറഞ്ഞതിനകത്ത് മിക്കതും ഇന്ത്യൻ ബ്രാൻഡാണ്, അത് വേറൊരു പോയിന്റ്. അപ്പം ഹോൾ വേൾഡ് വെച്ച് നോക്കുമ്പോൾ വാച്ച് വെയറബിൾസിൽ ഇന്ത്യ പൊളിക്കുന്നുണ്ട്. എനിവേ നമുക്ക് നോക്കാം, ഫ്യൂച്ചറിൽ സ്വന്തമായിട്ട് ആ ഒരു സോണി ലെവൽ ഇന്ത്യയിൽ നിന്നൊരു കമ്പനി വരുവാണെങ്കിൽ ഹാപ്പിനെസ് ആയിരിക്കും. എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും